കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിൽ ഉള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമാണ് വല്ലാർപാടം പള്ളി അഥവാ വല്ലാർപാടം ബസിലിക്ക. എറണാകുളം നഗരത്തിൽ പടിഞ്ഞാറായാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൽ നിന്നും ഗോശ്രീ പാലങ്ങൾ വഴി ഇവിടെ എത്താം. ഏകദേശം 1 കോടിയോളം വിശ്വാസികൾ എല്ലാ വർഷവും ഈ ബസിലിക്കയിൽ സന്ദർശനം നടത്തുന്നു. ഏറ്റവും വലിയ 9 മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന് കൂടിയാണിത്. ൽ പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. 2004 സെപ്റ്റംബർ 12 മുതൽ ഈ ദേവാലയത്തെ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമാകുന്ന ഏഷ്യയിലെ ആദ്യ ദേവാലയമാണിത്. ൽ വെള്ളപ്പൊക്കമുണ്ടായി പള്ളി തകരുകയും അൾത്താരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന വിമോചനനാഥയുടെ ആ ലേഡി ഓഫ് റെൻസം ചിത്രം ഒഴുക്കിപ്പോകുകയും ചെയ്തു. അന്ന് കൊച്ചി ദിവാനായിരുന്ന രാമൻ പാലിയത്തച്ഛൻ ഈ ചിത്രം കായലിൽ നിന്ന് വീണ്ടെടുത്ത പള്ളിയധികാരികളെ ഏൽപ്പിച്ചു. പുതിയ പള്ളി പണിയുന്നതിനായി സ്ഥലവും ദിവാൻ ദാനമായി നൽകി. തുടർന്ന് വിമോചനനാഥയുടെ നാമത്തിൽ പുതിയ ദേവാലയം സ്ഥാപിക്കുകയും വീണ്ടെടുത്ത മാതാവിന്റെ ചിത്രം അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 2 നൂറ്റാണ്ടുകൾക്കു ശേഷം 1888 സെപ്റ്റംബർ 23 ലിയോ 13 മാർപ്പാപ്പ ഓൾട്ടർ പ്രെവലീജിയേറ്റം ഇൻ പപ്പേറ്റുവം കൺസെസം എന്ന പദവി നൽകി ആദരിച്ചു. തന്മൂലം ഇവിടെ ദിവ്യബലിയിൽ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ൽ ഭാരത സർക്കാർ വല്ലാർപാടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പിന്നീട് വർഷങ്ങൾക്കു ശേഷം കേരള സർക്കാർ 2002 പള്ളിയെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായി ഉയർത്തി. അതേ തുടർന്ന് 2004 സെപ്റ്റംബർ 12 ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. തുടർന്ന് ആ വർഷം തന്നെ ഡിസംബർ 1 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പള്ളിയെ ബസിലിക്ക എന്ന പദവി നൽകുകയും ചെയ്തു.
പരിശുദ്ധ വല്ലാർപാട്ടത്തമ്മയുടെ അടിമയായി സ്വയം സമർപ്പിച്ചിരുന്ന മീനാക്ഷി അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടായ വലിയ ഒരു അദ്ഭുത സാക്ഷ്യം വല്ലാർപാട്ടത്തമ്മയുടെ അടിമ സമർപ്പണം വഴി ലഭിക്കുന്ന വലിയ കൃപയുടെ അടയാളമായി തീർന്നു. പരിശുദ്ധ വല്ലാർപാടത്തെ അമ്മയ്ക്കും സ്വയം അടിമ വച്ച മീനാക്ഷി അമ്മയും കുഞ്ഞും പിന്നീട് പള്ളിമുറ്റം അടിച്ചു സ്വജീവിതം പള്ളിമുറ്റത്ത് ചെലവഴിച്ചു.